ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഇറാഖിൽ സദ്ദാം ഹുസൈനെ പിടികൂടിയത് എന്തോ ഒരു കുഴി, ഒരു ഗുഹ പോലെ എന്തോ ഒരു കുഴി അവിടെ ആണ് കഴിഞ്ഞിരുന്നത്. അവിടുന്ന് പൊക്കിയെടുക്കുകയായിരുന്നു, അവിടുന്ന് പിടികൂടുകയായിരുന്നു. ഇനി ലിബിയയിലെ കേണൽ ഗദ്ദാഫി അയാൾ അവസാന കാലത്ത് ഈ ട്രാഷ് ക്യാൻ, ഗാർബേജ് ക്യാനിൽ നിന്ന് ഭക്ഷണം പെറുക്കി കടിച്ചു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ പടം കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെനസ്വേലയുടെ മദൂരോയെ പിടികൂടിയിരിക്കുന്നു. അങ്ങേരെ ചങ്ങലക്കിട്ട് കൈകളിൽ വിലങ്ങ് വെച്ച് കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചെവിയിൽ ശബ്ദം കേൾക്കാതിരിക്കാനായിട്ട് എന്തോ വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ചിത്രം പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ട്രൂത്ത് സോഷ്യലിൽ പുറത്തുവിട്ടത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണോ അതോ സന്തോഷമാണോ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പം ഈ ഈ വെനസ്വേലയിൽ മദൂരോയെ പുറത്താക്കിയതിനെ പിണറായി വിജയൻ, CPM, അതുപോലെ തന്നെ നമ്മുടെ ന്യൂയോർക്കിൽ മാംദാനി, ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കൽ, ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മിക്കവരും അത് അപലപിക്കുകയുണ്ടായി. അത് ശരിയല്ല, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള ലംഘനമാണ്. ഇവിടെ ഡെമോക്രാറ്റുകൾ പറയുന്നത് കോൺഗ്രസിനെ മറികടന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ അമേരിക്കൻ ഭരണഘടനയെ മറികടന്നു. അങ്ങനെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അതിൽ ഇല്ലീഗലായിട്ടൊന്നുമില്ല. ഒരു കുറ്റവാളി ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് 50 മില്യൺ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് സഹായമായ വിവരങ്ങൾ കിട്ടുക, ഇങ്ങനെ പിടികൂടുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ്. ഇയാൾക്കെതിരെ വലിയ കുറ്റങ്ങൾ ഇവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്, ഇയാൾക്കും ഭാര്യയ്ക്കും മകനുമെതിരെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറ്റവാളിയെ അവിടെ പോയി പിടിച്ചതാണ്. അവിടെ പിടിക്കുന്നതിന് സൈന്യം സഹായിച്ചു, അത്രയേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് അതിനെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞത്. എങ്ങനെയായിരുന്നാലും വെനസ്വേലയിലെ ഒരു വിഭാഗം ജനങ്ങൾ അതിനെ അനുകൂലിക്കുന്നു, നല്ലൊരു വിഭാഗം എതിർക്കുന്നു. മറ്റൊരു രാജ്യം ഇടപെട്ടത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഇപ്പം പ്രതിപക്ഷ നേതാവ് മച്ചഡോ എന്ന് പറഞ്ഞ ആ സ്ത്രീ, അവരിതിനെ അനുകൂലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മറ്റ് രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ഇങ്ങനെ അങ്ങ് കയറി ആക്രമിച്ചാൽ ഈ അന്താരാഷ്ട്ര തലത്തിൽ എന്താകും സ്ഥിതിഗതികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഏത് നേതാവിനാണ് ജനപിന്തുണ, എപ്പോഴാണ് ആ ജനപിന്തുണ പോവുക എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ ആ ഹസീന, ഷെയ്ഖ് ഹസീന മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എത്ര പെട്ടെന്നാണ് അവിടെ പ്രക്ഷോഭം വന്നു, അവർ ഒരു വില്ലത്തിയായി മാറി. അവർക്കെതിരെ കൊലപാതക കുറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ചുമത്തിരിക്കുന്നത്. അപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ ദീർഘകാലം ഭരണത്തിലിരിക്കാതിരിക്കാൻ ശ്രമിക്കണം. 1-2 ടേം കൊണ്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഭരണമാണ് എപ്പോഴും നല്ലത്, ഈ സ്വേച്ഛാധിപതികൾ. നേരെ മറിച്ച് നമ്മൾ കണ്ടു ഇപ്പോൾ ഇറാനിലും അതുപോലെ തന്നെ ഈ റഷ്യയിലും അവിടുത്തെ ഏകാധിപതികളെ ഒന്ന് പെടലിക്ക് പിടിച്ച് ഇറക്കി വിട്ടിരുന്നെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായി പോയേനെ. കാരണം ഈ മനുഷ്യരാശിയുടെ പെടലിക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗമാണ് ഈ രണ്ട് കൂട്ടർ. പുടിൻ അനാവശ്യമായൊരു യുദ്ധം, ഈ ഇറാൻ അനാവശ്യമായിട്ട് ആ ജനതയെ മുഴുവൻ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ മറ്റു രാജ്യങ്ങളിലേക്ക് തീവ്രവാദം കയറ്റിവിടുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ ഇനി ഇറാൻ്റേതാണ് അടുത്ത പങ്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മദൂരോയുടെ കാര്യത്തിൽ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഇത് എത്ര കണ്ട് ശരിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്, നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ശക്തിയുണ്ട്, ആര് പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല. ഇപ്പം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു തീരുമാനം എടുക്കുക അമേരിക്കയ്ക്കെതിരെ. ഇപ്പം ഈ നെതന്യാഹുവിനെതിരെ ഒരു തീരുമാനം എടുത്തിട്ട് ഒന്നുമായില്ല, ഒരു കാര്യവും നടന്നില്ല എന്ന് പറഞ്ഞ പോലെ അമേരിക്കയ്ക്കെതിരെ തീരുമാനം എടുക്കാൻ കൂടി അവർക്ക് ശക്തിയില്ല. പ്രത്യേകിച്ച് അമേരിക്ക അതിലൊരു ഇപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലൊന്നും അമേരിക്ക അംഗം പോലുമല്ല. ഈ ഐക്യരാഷ്ട്രസഭയ്ക്കാണെങ്കിൽ വർത്തമാനം പറയാവുന്നല്ലാതെ അവർക്ക് ഒരു കാര്യങ്ങളും നടപ്പാക്കാനുള്ള കഴിവില്ല. അപ്പം പ്രസിഡന്റ് ട്രംപ് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, കൊക്കൈൻ ഫാക്ടറി, അവിടെ കൊക്കൈൻ നിർമ്മിച്ച് മുഴുവൻ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുക. അപ്പോൾ അതിന് മദൂരോ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഇറക്കി വിടുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭരണകൂടത്തിനും അങ്ങനെയുള്ള ഒരു ക്രിമിനൽ കാര്യം ചെയ്യാനുള്ള യാതൊരു അവകാശവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പാകിസ്ഥാനിൽ ഇന്ത്യൻ രൂപ അടിച്ചിട്ട് ആ രൂപ കപ്പൽ വഴിയൊക്കെ ഇങ്ങോട്ട് കടത്തുന്നു. അതുപയോഗിച്ച് പലരും അത് ഉപയോഗപ്പെടുത്തുന്നു, ഓരോന്നും വാങ്ങിക്കൂട്ടുന്നതിന് എന്ന് ആരോപിക്കാറുണ്ട്. അത് എത്ര കണ്ട് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്ങനെയാണെങ്കിലും മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒളി പരിപാടികൾ ചെയ്യുന്നത് ശരിയല്ല ഒരു കാരണവശാലും. പ്രത്യേകിച്ച് ട്രംപ് പറഞ്ഞ ഒരു കാര്യം ഉണ്ട്, 3 ലക്ഷം പേരാണ് ഇവിടെ ഡ്രഗ് ഓവർഡോസ് മൂലം മരിക്കുന്ന ഒരു വർഷം. ഒരു മണിക്കൂറിൽ എത്രയോ ഓരോ മിനിറ്റിൽ എത്രയോ പേര് വീതം മരിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ. അത് അമേരിക്കക്കാരുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. ചെറുപ്പക്കാർ ആവശ്യമില്ലാതെ ഡ്രഗ് യൂസ് അത് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഫെൻ്റനിൽ എന്ന് പറയുന്ന അതിക്രൂരമായ അതിഭീകരമായ
രാസവസ്തുവാണ് ഇപ്പം പ്രധാനപ്പെട്ട കൊലയാളി. അത് മുഴുവൻ വരുന്നത് ചൈനയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ മെക്സിക്കോ വഴിയാണ് വരുന്നത്. നേരെ മറിച്ച് ഈ മദൂറോയുടെ കാര്യത്തിൽ കൊക്കൈൻ ഫാക്ടറി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൊക്കൈൻ അങ്ങനെ കടത്തിവിടുക, അതൊരു ഔദ്യോഗികമായിട്ട് തന്നെ കൊക്കൈൻ കടത്തുക, അല്ല ഭീകരവാദം കടത്തിവിടുക എന്നൊക്കെ പറഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെടാൻ എന്തുകൊണ്ടും അർഹരാണ്. പിന്നെ അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അവർക്ക് ഏതെങ്കിലും ശക്തിയുള്ള രാജ്യം അവരെ പിടിച്ച് പെടലിക്ക് പിടിച്ച് ഇറക്കി വിടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ മദൂറോയുടെ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം വെനസ്വേലയിൽ ധാരാളമായിട്ട് എണ്ണയുണ്ട്. ആ എണ്ണ കണ്ടുകൊണ്ടാണ് അമേരിക്ക ചാടുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇറാഖിലും എണ്ണയുണ്ടായിരുന്നു, അതായിരുന്നു അമേരിക്കയെ പ്രലോഭിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എണ്ണയ്ക്ക് ഈ പറയുന്ന പ്രാധാന്യം ഇപ്പോൾ അമേരിക്കയിലുണ്ടോ എന്ന് മാത്രമല്ല, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ആവശ്യത്തിന് എണ്ണ വരുന്നുണ്ട്. ഇനി അമേരിക്കയിൽ ഈ ഫ്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടി പ്രാദേശിക തലത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ട്രംപിൻ്റെ കാലത്ത് അനുവാദമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അമേരിക്കയിൽ തന്നെ ഇഷ്ടം പോലെ എണ്ണയുണ്ട്. അപ്പോൾ പിന്നെ വെനസ്വേലയിലെ എണ്ണയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിന് വേണ്ടിയിട്ട് അമേരിക്ക പിന്നെ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാലും വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും ഈ ഡ്രഗാണ് അമേരിക്കയുടെ പ്രശ്നമെങ്കിൽ ഈ ഡ്രഗ് 400 ടണ്ണിൻ്റെയൊക്കെ ഡ്രഗ് ഇറക്കുമതി കള്ളത്തരത്തിൽ ഇവിടെ ഇറക്കുമതിയൊക്കെ ചെയ്ത പാർട്ടികൾക്ക് ട്രംപ് പാർഡൻ കൊടുത്തുവെന്ന് ആരോപണമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഈ വെനസ്വേലയ്ക്ക് മാത്രം എന്താണ് ഇങ്ങനൊരു പ്രത്യേകത എന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഇനി വെനസ്വേല കഴിഞ്ഞാൽ അടുത്തത് ക്യൂബയാണ്, അത് കഴിഞ്ഞാൽ ഇറാനാണ് എന്ന രീതിയിലാണ് ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള സൂചനകൾ. അത് വർക്കൗട്ട് ആകുമോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാനൊക്കെ ഈ വിദൂരത്തിലുള്ളൊരു രാജ്യമാണ്. ഇവിടെ ഈ വെനസ്വേല പോലെ അടുത്തുള്ളൊരു രാജ്യമല്ല. എങ്കിൽ കൂടി ഒരു റെജീം ചേഞ്ച്, അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാനായിട്ടൊക്കെ അമേരിക്ക വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിന് ഈ അമേരിക്കയ്ക്കെതിരെ ശക്തമായൊരു നടപടി എടുക്കാനായിട്ട് ചൈനയ്ക്കോ റഷ്യയ്ക്കോ കഴിവില്ല. ചൈനയ്ക്ക് മാത്രമാണ് കുറച്ച് എങ്കിലും കഴിവുള്ളത്. അവർക്ക് അതിന് താല്പര്യമില്ല. അമേരിക്കയെ പിടക്കാനുള്ള യാതൊരു താല്പര്യവുമില്ല. റഷ്യയ്ക്ക് ഈ പറയുന്ന ശക്തിയൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. വർത്തമാനം പറയുന്നതേ ഉള്ളൂ. അവിടെ ലോക്കലായിട്ട് പുടിൻ കുറച്ച് കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര ക്രമമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ മാറ്റങ്ങളാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ കാര്യങ്ങൾ ഈ സംഭവവികാസങ്ങൾ വിളിച്ചു വരുന്നത്. അപ്പോൾ ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ മയാൻമറിൽ ഇടപെടാം, നേപ്പാളിൽ ഇടപെടാം, ശ്രീലങ്കയിൽ ഇടപെടാം. കാരണം ചെറിയ രാജ്യങ്ങളാണല്ലോ, അവർക്കൊന്നും നമ്മളോട് എന്തോ ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഇങ്ങനെ കള്ളനോട്ടൊക്കെ അടിച്ച് ഇങ്ങോട്ട് വിടുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെ ഭീകരവാദികളെ ഇങ്ങോട്ട് വിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിട്ട് നല്ല അടി കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു മനസാക്ഷിക്കുത്തും തോന്നേണ്ടതില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നാലും ഈ ആക്രമണവും ഇതൊന്നും അത്ര സുഖമുള്ളൊരു കാര്യമല്ല. ആക്രമണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നീതിയും നിയമവും നടപ്പാകുകയാണ് വേണ്ടത്. അപ്പം നീതിയും നിയമവും എല്ലാ കാര്യങ്ങളിലും വേണം. അവിടുന്ന് കൊക്കൈൻ ഫാക്ടറി അല്ലെങ്കിൽ കൊക്കൈൻ ഇങ്ങോട്ട് കടത്തിവിടുന്ന ഒരു പരിപാടി, അത് അംഗീകരിക്കാനാവുമോ ഇവിടെയുള്ള ആളുകൾ ചത്തൊടുക്കുന്നത്? അപ്പം പ്രസിഡന്റ് തന്നെ പറഞ്ഞത് എത്രയാ, 3 ലക്ഷം പേര് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷം, അത് ഒരു യുദ്ധത്തിൽ പോലും അത്രയും ആളുകൾ മരിക്കുന്നില്ല. ഈ മരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ചെറുപ്പക്കാർ, അവരാണ് ഇങ്ങനെ മരിച്ചു പോകുന്നത്. അപ്പോൾ അത് ആരെങ്കിലും ഡ്രഗ് കൊണ്ടെത്തുന്നതുകൊണ്ട് നമ്മൾ മരിക്കേണ്ടതില്ല, ഡ്രഗ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അത് കിട്ടാൻ അവസരം കൊടുക്കുക, കിട്ടുമ്പോൾ അത് എളുപ്പത്തിൽ കിട്ടുമ്പോൾ ഉപയോഗിക്കാനുള്ള ആ ടെൻഡൻസി, ആ താല്പര്യം കൂടുന്നു. അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഈ വെനസ്വേല എന്ന് പറയുന്നത് ഏതാണ്ട് 3 കോടി ജനങ്ങളേ ഉള്ളൂ. കേരളത്തിൻ്റെ അത്ര ജനങ്ങളില്ല അവിടെ. അപ്പോൾ അത്രയുള്ള ഒരു ചെറിയ രാജ്യമാണത്. അമേരിക്കയുടെ 10 പോലുമില്ല, 10 11 പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യമാണ്. അവിടെ പോയി ഇത്ര നിഷ്പ്രയാസം അവിടുത്തെ പ്രസിഡന്റിനെയും ഫസ്റ്റ് ലേഡിയെയും പിടിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് അമേരിക്കൻ സൈന്യത്തിൻ്റെ വലിയ കഴിവ് തന്നെ. കാരണം അത് അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ പെട്ടെന്ന് അവിടെ പോയി അകത്ത് കയറി ചെന്ന് അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് മിലിറ്ററി പരമായിട്ടുള്ള അമേരിക്കയുടെ ആ മികവ് തീർച്ചയായിട്ടും കാണിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയായാലും ഇത് വരുന്ന ആളുകളിൽ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ അമേരിക്ക വെനസ്വേല ഭരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക പിന്നീട് അദ്ദേഹം ഒന്ന് മാറ്റി പറയുകയുണ്ടായി. അവിടുത്തെ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് എന്ന് പറഞ്ഞ് അമേരിക്ക പറയുന്നതനുസരിച്ച് ഭരിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഭരിക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ അമേരിക്ക അങ്ങോട്ട് ചെല്ലില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അമേരിക്ക പറയുന്ന പോലെ അവർ കേൾക്കണം. അപ്പോൾ അതിൻ്റെ മറുപടി
അറിവായിട്ടില്ല. അതിന് ആദ്യത്തെ റിപ്പോർട്ട് പറഞ്ഞത് അവർ റഷ്യയിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴവർ അവർ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പം മധുരോ പിന്നെ നിയമിച്ച ആളാണ് അവർ. അപ്പോൾ അവർ ഈ സ്ഥാനം അമേരിക്കയുടെ ഒരു പ്രോക്സിയായിട്ട്, അമേരിക്കയുടെ ഒരു പാവയായിട്ട് ഭരിക്കാനായിട്ട് അവർക്ക് താല്പര്യം വരുമോ, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളതെല്ലാം അംഗീകരിക്കുമോ എന്നൊക്കെയാണ് ഇനി കാണേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ.